നമസ്കാരം, STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം നവാസ് വധം 10 പ്രതികൾക്കും ജീവപര്യന്തം, ഒരാളെ കോടതി വെറുതെ വിട്ടു. ഗാന്ധി അനുസ്മരണത്തിന്റെ ഭാഗമായി പെരിഞ്ഞനത്ത് കോൺഗ്രസിന്റെ മാനവ സംഗമം. MES അസ്മാബി കോളേജിൽ യൂണിവേഴ്സിറ്റി സംഘത്തിന്റെ പരിശോധനയ്ക്കെതിരെ SFIയുടെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. കോളിളക്കം സൃഷ്ടിച്ച പെരിഞ്ഞനം നവാസ് വധക്കേസിൽ 10 പ്രതികൾക്കും ജീവപര്യന്തം, ഒരാളെ കോടതി വെറുതെ വിട്ടു. CPM പെരിഞ്ഞനം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NK രാംദാസ് ഉൾപ്പെടെ 10 പേരാണ് കുറ്റക്കാർ. ഇതിൽ 4 പേരാണ് കൊട്ടേഷൻ സംഘങ്ങൾ. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് 80,000 രൂപയും ബാക്കിയുള്ളവർ 60,000 രൂപയും പിഴ അടയ്ക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിൽ 1 ലക്ഷം രൂപ നവാസിന്റെ കുടുംബത്തിനും 50,000 രൂപ വീതം ആക്രമണത്തിൽ പരിക്കേറ്റ സുബ്രഹ്മണ്യനും രമേശിനും നൽകുവാനും കോടതി ഉത്തരവിട്ടു. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി സനീഷ്, റഫീഖ്, സുബൈർ, ഹബീബ് എന്നിവരുൾപ്പെടെ കുറ്റക്കാരിൽ 6 പേരും CPM പ്രവർത്തകരാണ്. ഇവരാണ് കൊലപാതകത്തിന് കൊട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തിയതെന്നും പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. മറ്റ് 4 പേർ പുതുക്കാടുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി P. രാഗിണിയാണ് വിധി പ്രസ്താവിച്ചത്. 2014 മാർച്ച് 2-ന് പെരിഞ്ഞനം പാണ്ടിപ്പറമ്പ് റോഡിനടുത്തുള്ള വീട്ടുപറമ്പിൽ വെച്ചാണ് നവാസ് കൊല്ലപ്പെട്ടത്. പെരിഞ്ഞനത്തെ DYFI നേതാവായിരുന്ന ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും BJP പെരിഞ്ഞനം മേഖലാ പ്രസിഡന്റുമായ കല്ലാടൻ ഗിരീഷിനെ രാഷ്ട്രീയ വിരോധം വെച്ച് വാടക ഗുണ്ടകളുടെ സഹായത്താലും കൊലപ്പെടുത്തുവാനുള്ള ശ്രമത്തിനിടെ പെരിഞ്ഞനം 3 പീടികയിൽ താമസിച്ചിരുന്ന തളിയപ്പാടത്ത് മുഹമ്മദ് അലിയുടെ മകൻ നവാസിനെ ആളുമാറി കൊലപ്പെടുത്തുകയും സുബ്രഹ്മണ്യൻ, രമേശ് എന്നിവരെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷൻ 55 സാക്ഷികളെ വിസ്തരിക്കുകയും 117 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് ലീന ജയസൂര്യൻ ആയിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ട 9ാം പ്രതി സുമേഷിനെയാണ് കോടതി വെറുതെ വിട്ടത്. ഈ കേസിൽ പ്രോസിക്യൂഷൻ 55 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. അതിൽ 1 മുതൽ 1-2 സാക്ഷികൾ ഈ കേസിൽ പരിക്ക് പറ്റിയവരും 3-ാം സാക്ഷി ഈ ദൃക്സാക്ഷിയുമായിരുന്നു. അവരുടെ കോടതിയിൽ പറഞ്ഞതെല്ലാം കോടതി അപ്പാടെ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൂടാതെ കോൺസ്പിറസി 6 മുതൽ 11 വരെയുള്ള പ്രതികളുടെ കോൺസ്പിറസി പ്രൂവ് ചെയ്യാനായിട്ട് 15 വരെയുള്ള സാക്ഷികളെ വിസ്തരിച്ചത് അവരുടെ മൊഴികളും പൂർണ്ണമായും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം എന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ അതൊരു നോബിൾ ആയിട്ട് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ആൾക്കാർ പകപോക്കലിന് വേണ്ടി മാത്രമായിട്ട് തരംതാണ ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അതിനുള്ളൊരു തിരിച്ചടിയായിട്ട് വേണം കോടതി അത് എല്ലാം സത്യസന്ധമായി അംഗീകരിച്ചു. ആ പരിക്ക് പറ്റിയ നവാസിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം കൂടി അത് മനസ്സിലാക്കി വളരെ സത്യസന്ധമായ ഒരു വിധി പ്രസ്താവിച്ചു. പ്രതികൾക്ക് അർഹതപ്പെട്ട ഒരു ശിക്ഷയാണ് ലഭിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആളുമാറിയാണെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടെന്നറിഞ്ഞതോടെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു പെരിഞ്ഞനത്തെ നവാസ് വധം. 2014 മാർച്ച് 2-ന് രാത്രി 10 മണിയോടെ നടന്ന കൊലപാതകം 3 ദിവസങ്ങൾക്കകം തന്നെയാണ് ആളുമാറിയാണെന്ന വിവരം പുറത്തായത്. BJP നേതാവിന് വേണ്ടി വിരിച്ച വലയിൽ കുടുങ്ങിയത് നവാസ് എന്ന ചെറുപ്പക്കാരൻ, അതും CPM അനുഭാവി. കൊലയ്ക്ക് പിന്നിൽ CPM ആണെന്ന് കൂടി പുറത്തായതോടെ സംഭവം ഏറെ വിവാദവുമായി. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം പാർട്ടി വീണ്ടും കൊലക്കേസിൽ കുടുങ്ങിയ സംഭവമായിരുന്നു പെരിഞ്ഞനത്തേത്. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 7 പാർട്ടി പ്രവർത്തകരും 4 വാടക കൊലയാളികളും കേസിൽ പ്രതിയായി. സംഘം പോലീസ് കസ്റ്റഡിയിലായതോടെ പെരിഞ്ഞനത്തെ പാർട്ടി ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തിയതോടെയാണ് കൊലപാതകം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുതൽ RMP നേതാവ് KK രമ വരെ സംസ്ഥാനത്തെ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളാണ് പെരിഞ്ഞനത്തെത്തിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലം കൂടിയായതോടെ മറ്റു പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ആയുധവുമാക്കി. കൊലപാതകങ്ങൾക്കെതിരെ മാനവ സമൂഹം ഉയരുവാൻ കോൺഗ്രസ് പെരിഞ്ഞനത്ത് നടത്തിയ കൂട്ട ഉപവാസത്തിലും നിരവധി സംസ്ഥാന നേതാക്കളാണ് പങ്കെടുത്തത്. മക്കളെ പോറ്റാൻ ഞാൻ ഇനി എന്തു ചെയ്യും? കൊലക്കേസിൽ വിധി വന്നപ്പോൾ മക്കളെ മുന്നിൽ നിർത്തി നിറഞ്ഞ കണ്ണുകളോടെ നവാസിന്റെ വിധവ സിമിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഇത്രമാത്രം. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ നവാസിക്കയാണ് തന്നെ നിർബന്ധിച്ചത്. പഠനം പാതി വഴിയിലെത്തിയപ്പോഴാണ് ദുരന്തമുണ്ടായത്. രോഗങ്ങൾ നിമിത്തം പിതാവ് ഇക്ബാലിന് ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ തന്നെ കഷ്ടിച്ചാണ് കഴിയുന്നത്. മക്കളുടെ ഭാവി ഓർക്കുമ്പോൾ അടഞ്ഞ ഒച്ചയിൽ സിമിക്ക് വാക്കുകൾ പൂരിപ്പിക്കാനായില്ല. UKGയിൽ പഠിക്കുന്ന നിഹാലും 4ാം ക്ലാസ്സുകാരി നസ്നയും
ഉമ്മയുടെ നനഞ്ഞ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി നിന്നു. പ്രിയ പിതാവിന്റെ നഷ്ടത്തോട് പൊരുത്തപ്പെട്ട പോലെ വികാരരഹിതമായിരുന്നു കുഞ്ഞുമക്കളുടെ മുഖം. കേസിന്റെ വിധി വരുന്നതിനോടനുബന്ധിച്ച് കാട്ടൂരിൽ നിന്ന് നവാസിന്റെ ഉമ്മ നബീസയും പേരക്കുട്ടികളെയും മരുമക്കളെയും ആശ്വസിപ്പിക്കാനായി പെരിഞ്ഞനത്തെത്തിയിരുന്നു. നിരപരാധിയായ മോനെ കൊന്നവർക്ക് ജീവപര്യന്തം പോരാ, വധശിക്ഷ തന്നെ വേണം. മുഖം പൊത്തിക്കൊണ്ട് നവാസിന്റെ ഉമ്മ നബീസ കണ്ണീരോടെ പറഞ്ഞു. അത്താണി നഷ്ടപ്പെട്ട കുടുംബത്തെ രക്ഷിക്കാൻ നവാസിന്റെ ഭാര്യ സിമിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് സന്ദർശിച്ചവരൊക്കെ വാഗ്ദാനം നൽകിയിരുന്നു. സഹോദരൻ നഷ്ടപ്പെട്ടതിൽ ഏറെ ദുഃഖിതരാണെങ്കിലും 10 പ്രതികളെയും ജീവപര്യന്തം ശിക്ഷിച്ച കോടതി വിധിയിൽ തൃപ്തിയുണ്ടെന്ന് കൊല്ലപ്പെട്ട നവാസിന്റെ കുടുംബം. കേസന്വേഷിച്ച പോലീസ് സംഘത്തിന്റെയും പ്രോസിക്യൂഷനിലും 100% വിശ്വാസമുണ്ടായിരുന്നു. ഒരാളൊഴികെ എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും അർഹിക്കുന്ന ശിക്ഷ വിധിച്ചതിൽ നിന്നും ഇനിയെങ്കിലും മറ്റുള്ളവർ പാഠം പഠിക്കണം. രാഷ്ട്രീയത്തെ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ ആരായാലും നിയമത്തിനു മുന്നിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്നതാണ് വിധിയിലൂടെ മറ്റുള്ളവർ പഠിക്കേണ്ടതെന്നും നവാസിന്റെ ഭാര്യ പിതാവ് ഇക്ബാൽ പറഞ്ഞു. ഇനിമേൽ എങ്കിലും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. നിരപരാധിയായുള്ള ഒരു കുടുംബത്തിന് ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇനിമേലിൽ സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതുവരെ പറയാനുള്ളൂ. തീർച്ചയായിട്ടും രാഷ്ട്രീയ വൈരാഗ്യങ്ങളുടെ പേരിൽ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന ഈ പ്രവണത ഇവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. കൊല്ലപ്പെട്ട നവാസിന്റെ സഹോദരന്മാരായ ഷാജി, നൌഷാദ്, സഹോദരന്റെ മകൻ അക്ബർ അലി എന്നിവരും ഇക്ബാലും വിധി കേൾക്കുവാനായി ഇരിങ്ങാലക്കുടയിലെ കോടതിയിൽ എത്തിയിരുന്നു. 2014 മാർച്ച് 2-നാണ് പെരിഞ്ഞനത്ത് വെച്ച് നവാസ് കൊല്ലപ്പെട്ടത്. ഗാന്ധിജി അനുസ്മരണത്തിന്റെ ഭാഗമായി പെരിഞ്ഞനത്ത് കോൺഗ്രസിന്റെ മാനവ സംഗമം. കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് മതേതരത്വം സംരക്ഷിക്കാൻ മാനവ സംഗമം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പെരിഞ്ഞനം സെന്ററിൽ സർവ്വമത പ്രാർത്ഥനയും മഹാത്മജി അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ദിലീപ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. 1948 ജനുവരി 30-ാം തീയതി 5 മണി കഴിഞ്ഞ് 12 മിനിറ്റുള്ളപ്പോഴാണ് ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിന് പുതിയ ഒരു സന്ദേശം നൽകുകയും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി തന്റെ ജീവിതകാലം മുഴുവൻ പടപൊരുതുകയും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപഭൂമിയിൽ അർദ്ധനഗ്നായൊരു പട്ടികലിനെ പോലെ കടന്നു ചെന്ന് സമാധാനത്തിന്റെ സന്ദേശം ഈ രാജ്യത്ത് മുഴുവൻ എത്തിക്കുകയും ചെയ്ത മഹാത്മാവിനെ നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഹൈന്ദവ മതഭ്രാന്തൻ വെടിവെച്ചു കൊന്ന ആ നിമിഷത്തിൽ കേരളത്തിലെമ്പാടുമുള്ള മതേതരത്വ വിശ്വാസികൾ നടത്തുന്ന മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന KPCC മെമ്പർമാരായ PA മുഹമ്മദ് അലി, PN ബാലകൃഷ്ണൻ, DCC മെമ്പർമാരായ CC ബാബുരാജ്, KD നീലാംബരൻ, CS രവീന്ദ്രൻ, PMA ജബ്ബാർ, അനിത ബാബു, VR മനോഹരൻ മാസ്റ്റർ, KK വാസുദേവൻ, KB അനിൽകുമാർ, സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവരും സംസാരിച്ചു. വർഗീയതയ്ക്കെതിരെ മാനവ ജാഗ്രത എന്ന മുദ്രാവാക്യവുമായി DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ഗാന്ധി സ്മൃതി സംഗമം നടത്തി. DYFI സംസ്ഥാന ട്രഷറർ KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 67ാമത് രക്തസാക്ഷി ദിനത്തിൽ 2013-ലോ 14-ലോ കാണാത്ത ഗൗരവവും പ്രാധാന്യവും എന്തുകൊണ്ടാണ് DYFI കൽപ്പിക്കുന്നത് എന്ന സ്വാഭാവികമായ ചർച്ചയും സംശയങ്ങളും നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു ശരാശരി നാട്ടുകാരനുണ്ടാകും. എന്താണ് 2015-ന്റെ പ്രത്യേകത? 2015 ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം. മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ രാജ്യത്തിന്റെ മതേതരത്വം വെല്ലുവിളിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്നൊരു കാലത്താണ്. ഇത്തരമൊരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നു. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് EA നവാസ് അധ്യക്ഷനായി. KV രാജേഷ്, PK ആറുമുഖൻ, വൃന്ദ പ്രേംദാസ്, KA കരീം എന്നിവരും സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി പെരിഞ്ഞനത്ത് പ്രകടനവും ഉണ്ടായിരുന്നു. രക്തസാക്ഷികൾ സിന്ദാബാദ്.
മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ ശീതകാല പച്ചക്കറി കൃഷി പദ്ധതി പ്രകാരം കയ്പമംഗലം 3-ാം വാർഡിലെ അനശ്വര JLG ഗ്രൂപ്പ് നടത്തിയ കൃഷി വിളവെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് കൊച്ചുവീട്ടിൽ, CDS മെമ്പർ ഫാത്തിമ സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു. കോളിഫ്ലവർ, ക്യാബേജ്, ചീര, മുളക്, പയർ, തക്കാളി, വഴുതന എന്നിവയാണ് വിളവെടുത്തത്. ചന്ദ്രാപ്പനിയിൽ തെരുവ് നായ്ക്കൾ പോത്തിൻകുട്ടിയെ കടിച്ചു കൊന്നു. ചന്ദ്രാപ്പനി സെന്ററിന് കിഴക്ക് ഭാഗത്ത് കാരയിൽ തെക്കൂട്ട് പ്രസന്നന്റെ വീട്ടിലെ 2 പോത്തിൻകുട്ടികളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30യോടെയാണ് സംഭവം. കൂട്ടത്തോടെ എത്തിയ തെരുവ് നായ്ക്കൾ പോത്തിൻകുട്ടികളെ ആക്രമിക്കുകയായിരുന്നു. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. വെറ്ററിനറി ഡോക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പോത്തിൻകുട്ടികളെ സംസ്കരിച്ചു. വാർഡ് മെമ്പർ TK ചന്ദ്രബാബുവും സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള.